ഹലോ, ഇന്ന് വീട്ടിലുള്ള വേവിക്കാത്ത പച്ചക്കറികളുടെ വേസ്റ്റ്, വെറും വേവിക്കാത്തത് മാത്രം, മുറിച്ചിട്ടതും പഴം, ഓറഞ്ച്, ഫ്രൂട്ട്സ് അതിൻ്റെയൊക്കെ ഇത് ഒരു 3 ദിവസം കഴിഞ്ഞതും 2 ഇതുപോലുള്ള പാത്രങ്ങളിൽ ഇട്ട് മൂടി. ഇത് പുതിയതുമാണ്. അത് 2 എണ്ണത്തിൽ ഒന്നിലിട്ട് 3 ദിവസമായി കഴിഞ്ഞാൽ അത് മൂടി വെച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുക. പിന്നീട് അപ്പോഴത്തേക്ക് ആദ്യത്തേത് 3 ദിവസമായിട്ടുണ്ടാവും. അത് ഒഴിച്ചിട്ട് ഇതേപോലെ വെള്ളത്തിലിട്ട് അത് നേർപ്പിച്ചിട്ടാണ് ഒഴിക്കുക. അതായത് ഒരു ഭരണിയിൽ 3 ദിവസം പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇട്ട് അത് മൂടി വെച്ച് അടുത്തത് 3 ദിവസം ഇട്ട് വയ്ക്കുക. അപ്പോൾ അടുത്തത് 3 ദിവസം ഇട്ട് വെച്ച് അത് 3 ദിവസം ആകുമ്പോഴേക്കും ആദ്യത്തേത് ഒരാഴ്ച ഏകദേശം ആയിട്ടുണ്ടാവും. അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞതിന് ശേഷം 3 ദിവസം. അപ്പോൾ അത് എടുത്തിട്ട് വെക്കുമ്പോൾ മറ്റേത് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒഴിച്ചത് വീണ്ടും 3 ദിവസം കഴിയുമ്പോൾ മറ്റേ ഭരണിയിലേക്ക് മാറി മാറി ഇടുക. അങ്ങനെ ആ വെള്ളം ഒരു അരിപ്പയിലൂടെ അതിൻ്റെ പച്ചക്കറി വേസ്റ്റൊക്കെ മാറ്റി നേർപ്പിച്ചിട്ട് ഒഴിക്കുക. ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ഒഴിച്ചാൽ മതി, നേർപ്പിച്ചാൽ മതി. ഇതൊക്കെ അങ്ങനെ എല്ലാത്തിനും ഞാൻ പച്ചക്കറികൾക്കും ചെടികൾക്കും പൂച്ചെടികൾക്കൊക്കെ, അതായത് വീട്ടിലിപ്പോൾ വേസ്റ്റ് ധാരാളം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഈ വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ വെറും വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റുകളൊക്കെ, ഒരിക്കലും വേവിച്ചത് ഞാൻ ഇതിലിടാറില്ല, ഒക്കെ ഒഴിച്ച് 3 ദിവസം വെച്ച് പിന്നെ ഒരു 3 ദിവസം അത് പുളിക്കാൻ വയ്ക്കും. ഒരു മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല പച്ചക്കറികളൊക്കെ ഇട്ടാൽ, അതായത് ഓറഞ്ച്, മല്ലിയില അതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇട്ടാൽ അതിൻ്റെ മണമേ ഉണ്ടാവും, അല്ലാതെ പുളിച്ചു പോവുകയൊന്നുമില്ല. അങ്ങനെ 3 ദിവസം ഒരു ഭരണിയിലിട്ട് അത് മാറ്റി വെച്ച് അതിൽ ഓരോ ദിവസവും മുങ്ങാൻ മാത്രം വെള്ളവും ഒഴിക്കണം. മാറ്റി വെച്ച് പിറ്റേ ദിവസം തൊട്ടിട്ട് 3 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഭരണിയിലാണ് ഇട്ട് വയ്ക്കുക. അത് 3 ദിവസം ആകുമ്പോഴേക്കും ഈ ഭരണി ഒഴിയാനാവും. അപ്പോൾ അത് എടുത്ത് ഇതേപോലെ വെള്ളമൊഴിച്ച് നേർപ്പിച്ചിട്ടാണ് എല്ലാ ചെടികൾക്കും ഒഴിക്കുന്നത്. പിന്നീട് ഇത് പച്ച ചാണകവും കടലപ്പിണ്ണാക്കും അതും 2 ദിവസം പുതിർത്ത് വെച്ച് 3-ാമത്തെ ദിവസം ഇതേപോലെ 10 ഇരട്ടി വെള്ളം, ഏകദേശം ഇതിപ്പോൾ ഒരു 3-4 മഗ് എടുക്കും. പിന്നീട് ആ ബക്കറ്റിൽ നിറച്ചും വെള്ളമെടുത്ത് പച്ചക്കറികൾക്കും ഫ്രൂട്ട്സ് ചെടികളൊക്കെ നട്ടിട്ടുണ്ടാവുമല്ലോ, അതിനൊക്കെ വെള്ളത്തിന് പകരം ഇത് ഒഴിക്കുന്നതെന്ന് വെറും വെള്ളം ഒഴിക്കില്ല. വെറും വെള്ളം ഒഴിക്കാതെ ഇത് മാത്രം രാവിലെ ഒഴിച്ചല്ലേ വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ചാൽ നന്നായി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് പൂവുകയും കായ്ക്കുകയും ചെയ്യും. പിന്നീട് ഇതിനൊക്കെ നല്ല രോഗം വന്നിരുന്നു. അതായത് ഈ അടിയിലുള്ള വെള്ള കളറിലുള്ള പാറ്റകൾ, പിന്നെ ഇതൊക്കെ മുരടിച്ച് പോയതായിരുന്നു. ഇതിനൊക്കെ ഞാൻ ചെയ്തത് യൂട്യൂബിൽ വെച്ച് പലരും പറഞ്ഞു കണ്ടിട്ട് ചെയ്തതാണ്. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഡിഷ് വാഷും 2 സ്പൂൺ വിനിഗറും നന്നായി മിക്സ് ചെയ്ത് രാവിലെയും വൈകുന്നേരം തീരെ വേരില്ലാത്ത സമയത്ത് അടിഭാഗത്തും ഒക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നാക്കി എടുത്തതാണ് ഇതിനൊക്കെ. പിന്നെ നല്ല ആരോഗ്യമുണ്ടാവണം ചെടികൾക്ക്, അതായത് നല്ല വളം ഉണ്ടാവണം. വളം കൂടിയാലൊരു പ്രശ്നവുമില്ല. പിന്നെ ഈ കറിവേപ്പിലൊക്കെ തീരെ ബട്ടർഫ്ലൈസൊക്കെ മുട്ടയിട്ട് ഒന്നിനും കൊള്ളാത്തതായത് ഒക്കെ ഞാൻ നന്നാക്കി എടുത്തതാണ്.